ഹൈ എന്താല്ലേ ആ സൗണ്ട് കേട്ടാലറിയാം അത് എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഏതായാലും നിങ്ങളും കൂടെ വായോ കണ്ടോളി. ഈ ഒരു രീതിക്ക് നമ്മൾ പൊട്ടാറ്റോ അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രം എടുത്ത് നമ്മൾ അരിഞ്ഞ പീസസൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് ഒന്ന് നല്ലോണം തിരുമ്മി കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഊറ്റി കഴിഞ്ഞാൽ ചുടുവെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുത്തിട്ട് നമ്മളെ പൊട്ടാറ്റോ ഒന്ന് മുങ്ങുന്ന രൂപത്തിൽ ആ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തിളപ്പിച്ചെടുത്താൽ അതിൽ കാണാൻ എന്തോ ഒരു വെള്ളം ഒരു നൊരപ്പം അതൊക്കെ വരണം, അതും പോയി കിട്ടിക്കോളും. പിന്നെ നമ്മളെ പൊട്ടാറ്റോ ഒന്ന് എന്തും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും തിളച്ച പാടനെ നമ്മളൊരു അരിപ്പക്കൊട്ട വെച്ചുകൊണ്ട് അത് ഊറ്റിയെടുക്കുക. എന്നിട്ട് നല്ലോണം ഡ്രൈ ആവണം. നമ്മൾ തൊട്ടാൽ കയ്യിൽ വെള്ളമൊന്നും വരാൻ പാടില്ല. അത്രക്കും ഡ്രൈ ആയാൽ നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് നമ്മുടെ പൊട്ടാറ്റോസിൻ്റെ എല്ലാ സൈഡിലും കോൺഫ്ലവർ എത്തുന്ന രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഇല്ലേ, അത് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര വേണമെന്നുണ്ടെങ്കിലും ഇരിക്കൂട്ടാ, കേട് കൂടാതെ. അപ്പോൾ ഈ ഒരു സംഭവം ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ ഉള്ള പരിപാടി തന്നെ ഉള്ളൂ. ഏതായാലും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊന്നും വെള്ളത്തിൻ്റെ ആ ഒരു ഇതാവണ പോലും ഇല്ല കേട്ടോ, കോൺഫ്ലവറിൻ്റെ ആ പൊടിൻ്റെ അംശം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ, നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടത്തോടെ ഇട്ടെടുത്താലും അത് ആ ടൈമിൽ മാത്രം ഒട്ടി പിടിക്കുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേറിട്ട് വരും. നമ്മൾ ഈ വെള്ളത്തോടെ കോൺഫ്ലവർ കുഴച്ചെടുക്കുമ്പോഴാണ് അത് ഒട്ടി പിടിക്കുന്ന കേസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ഈ ഒരു ടിപ്പൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സിമ്പിളായിട്ടുണ്ട് നമ്മുടെ ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയൊരു ഈവനിങ് സ്നാക്ക് കൂടി ആക്കാം കേട്ടോ, നമുക്ക് ടൊമാറ്റോ സോസിലൊക്കെ കുത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ബൈ.